ഹലോ വെൽക്കം അവർ ന്യൂ വീഡിയോ. ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. റിയൽമി ബഡ്സ് T500 Pro. ഓക്കെ, അപ്പം ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ലെമൺ യെല്ലോ കളറാണ്. പിന്നെ ഇതിനൊരു ബ്ലാക്കും ബ്ലൂവും വരുന്നുണ്ട്. പിന്നെ ഒരു സിൽവറും ഓറഞ്ചും വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി കളേഴ്സാണ് ഇത് വരുന്നത്. ഇത് ലെമൺ യെല്ലോയും ഇൻസൈഡ് ബ്ലാക്കും വരുന്ന ഒരു കളറാണ്. പിന്നെ പിന്നെ റിവ്യൂ ആയിട്ടൊന്നും കൂട്ടണ്ട കേട്ടോ. ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്തപ്പോൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. നല്ലൊരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാന്ന് വെച്ചത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വരുന്ന 56 അവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ഇവർ പറയുന്നുണ്ട്. പിന്നെ 3 മൈക്കുണ്ട്, ക്ലിയർ കോൾ സിസ്റ്റം എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിലുള്ളത് 5 dB ഫ്ലാഷ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ 12.4 mm ഹൈറസ് ഓഡിയോ ഡിവൈസും ഇതിലുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് റേഞ്ചിൽ ഇത് വെർത്താണ് ഈ പ്രൊഡക്റ്റ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ LHDC സപ്പോർട്ടും ഉണ്ട്, ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് പ്രൊഡക്റ്റ്. സി ലുക്ക് നോക്ക്. ലുക്ക് മാത്രമല്ല, ഫിനിഷ് നോക്ക് ഗൈസ്. കിട്ടില്ല, ലെതർ ഫിനിഷ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഗ്ലോസി ആയിരിക്കും എന്ന് വിചാരിച്ചത്, പക്ഷെ സാധനം കൈ വന്നിട്ടുണ്ടല്ലോ, കിട്ടില്ല ലെതർ ഫിനിഷ്. അത് മാത്രോ, ഇതിന്റെ സൈസ് നോക്ക് ഗൈസ്, ചെറുതാണ്, നല്ല കുട്ടി സാധനം, സ്മോൾ ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വന്ന പാക്കിൽ തന്നെ വന്നതാണ് ഈ ഒരു ബാൻഡ്. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്സ് ആണ്. ഇതിനകത്ത് ഏകദേശം ഒരു രണ്ട് സെറ്റ് ബഡ്സും വന്നിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവല്, അതാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ ബോക്സ് ഞാനിത് പറഞ്ഞായിരുന്നു ആദ്യമേ. ഇതിനകത്ത് വന്നിരിക്കുന്നത് 3 മൈക്ക്, പിന്നെ എന്നാ പറയുന്നത് 12.4 mm ഹൈറസ് ഓഡിയോ ഡിവൈസ് ആണ് വന്നിരിക്കുന്നത്. സി ഗൈസ്, ഇത് നോക്ക്, എന്താ ലുക്ക് നോക്ക്. എനിക്ക് സൈസാണ് ഇഷ്ടപ്പെട്ടത്. നോക്കൂ, ഇത് നമുക്ക് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കൊണ്ടുപോകാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇത് റിവ്യൂ ആയിട്ട് കൂടെ ഞാനിത് എടുത്തപ്പം എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. എനിക്ക് സംഭവം ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാലോ, 2 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യാണ്. ഒരു രക്ഷയില്ല മക്കളെ, കിടിലൻ ക്വാളിറ്റി. ഇനി നമുക്കിന്റെ പ്രൊഡക്റ്റ് കാണാം. നോക്ക്, ഇതാണ് പ്രൊഡക്റ്റ്. സോക്ക്, ഇത്രയേ ഉള്ളൂ, കുട്ടി സാധനം. ഇതിപ്പം ചെവി വെച്ചാൽ തന്നെ നമുക്ക് ഏകദേശം, എനിക്ക് നല്ല വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര വെയിറ്റ് കുറവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനെക്കുറിച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഇതിന്റെ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ, ഞാൻ 2 ആഴ്ചയായിട്ട് ഏകദേശം യൂസ് ചെയ്യാണ്. അപ്പം ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നൊക്കെയാണ്, ഞാൻ ഓഫീസിലോട്ട് പോയി വരുമ്പം ഞാൻ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാറുണ്ട്. സത്യം പറയാലോ, നമ്മുടെ ANC മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ വിൻഡിന്റെ നോയ്സ്, ആ കാറിന്റെ നോയ്സ് ഒന്നും കേൾക്കില്ല. പിന്നെ അടുത്തിരുന്ന് ഒരാൾ സംസാരിച്ചാലൊക്കെ കേൾക്കും. അതും വലിയ ഹാർഡായിട്ടൊന്നും കേൾക്കില്ല, മൈന്യൂട്ടായിട്ട്. പിന്നെ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോയപ്പോൾ യൂസ് ചെയ്യുന്ന പറയുമ്പം
നല്ല രസമുണ്ടായിരുന്നു. കാര്യം ജിമ്മിൽ ഇപ്പോൾ ഒരു പാട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഈ പാട്ട് ഇടുമ്പോൾ എനിക്ക് ആ പാട്ട് ഒട്ടും ഡിസ്റ്റർബ് ആകുന്നില്ല. നല്ല കിഡിലാണ്. പിന്നെ ഇത് വെച്ചാൽ പോലും നമുക്ക് ചെവിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും അറിയില്ല. അത്ര സൂപ്പറാണ്. പിന്നെ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ മസ്റ്റായിട്ട് റിയൽമി ലിങ്ക് എന്ന് പറഞ്ഞ ആപ്പുണ്ട്, അത് യൂസ് ചെയ്യണം. അപ്പം ഞാൻ ഇനി ആപ്പിനകത്ത് എന്താ വരുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഞാനപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ മൊബൈലിൽ ചെയ്യാന്ന് വെച്ചാൽ, പക്ഷെ മൊബൈൽ വീട്ടിൽ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കാണിക്കാം എങ്ങനെ വരുന്നത്. ഓക്കെ, നമ്മൾ റിയൽമി ലിങ്ക് എടുക്കുകയാണ്. റിയൽമി ലിങ്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് തന്നെയാണ് ഇത്, നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് കാണാമെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ആൻ്റണി റിയൽമി ബഡ്സ് T500 Pro. അത് എൻ്റെ പേരാണ്. ഞാൻ ഓൾറെഡി കണക്ട് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലേ തന്നെ ഇപ്പം വരുന്ന എങ്ങനെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്രോഡക്റ്റ് ഞാനിങ്ങനെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണിച്ചു തരാം. നോക്കിക്കോണേ. കണ്ടോ, ഇപ്പോൾ സാധനം ഡിസ്കണക്ട് ആയി, ഓഫായി. ഇത് ഓൺ ആകുമ്പോൾ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണിക്കും പ്രൊഡക്റ്റിൻ്റെ നെയിം. എനിക്കിപ്പോൾ തന്നെ കണക്ട് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെവി വെക്കാം. യെസ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആപ്പ് തുറക്കുമ്പോൾ തന്നെ നോയിസ് കൺട്രോൾ ആണ് കാണുന്നത്. അതിൽ ട്രാൻസ്പെറൻസി മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ നിൽക്കുകയാണ്, അപ്പം നമ്മുടെ ചുറ്റുമുള്ള സൗണ്ട്സ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. അത് നോർമലി കേൾക്കുന്ന കണക്കല്ല, കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ഓഫ് ആക്കുവാണെങ്കിൽ സാധാ നോർമൽ മോഡ് അതാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ANC നിങ്ങൾ മറ്റേ ഹൈ എൻഡ് സാധനത്തിൻ്റെ കണക്കൊന്നും പ്രതീക്ഷിക്കേണ്ട, ബട്ട് നൈസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെർത്താണ് ഈ ഐറ്റം ANC മോഡ്. ഇത് നോയിസ് ക്യാൻസലേഷൻ ഇട്ട് കഴിഞ്ഞാൽ സത്യം പറയാലോ മക്കളെ, അപ്പുറത്തൂടെ പോകുന്ന ഒരു വണ്ടിയുടെ സൗണ്ട് പോലും നമുക്ക് കിട്ടത്തില്ല. അത്ര പൊളിയാണ്, നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പം വില കൊച്ചു കരയെന്നോ അല്ല ഇപ്പം അടുത്തിരിക്കും സംസാരിക്കുന്നോ അങ്ങനെയൊക്കെ കേൾക്കും. അതും മൈന്യൂട്ടായിട്ടാണ്, ഡീസൻസ് ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് ഡീസൻ്റ് ആണ്. പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷനിൽ 1, 2, 3, 4 മോഡുണ്ട്. അതിൽ എന്താ പറയുന്നത്, മാക്സ് അതിടുന്നതാണ് നല്ലത്. പിന്നെ മോഡറേറ്റ് ഉണ്ട്, മീഡിയം ഉണ്ട്, സ്മാർട്ട് ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മാക്സ് ആണ്. ഞാനത് യൂസ് ആണ് മാക്സിമമാണ് ഞാൻ ഇട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് നോയിസ് റിഡ്യൂസേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് നോയിസ് കുറച്ചും കൂടെ റിഡ്യൂസ് ചെയ്യും. പിന്നെ വരുന്നത് കഴിഞ്ഞാൽ സൗണ്ട് എഫക്ട്സ് ആണ്. സൗണ്ട് എഫക്ട്സിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ക്ലിയർ ബാസ് ആണ്. കാര്യം ഞാൻ കൂടുതലും മെലഡീസ് കേൾക്കും, പക്ഷേ സം ടൈം എനിക്ക് എന്താ പറയുക കുറച്ചും കൂടെ ബാസ് ഉള്ള പാട്ടുകൾ, നല്ല ഇട്ടിയുള്ള പാട്ടുകളുണ്ടല്ലോ, എസ്പെഷ്യലി അനിരുദ്ധിൻ്റെ സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കേൾക്കും. പിന്നെ ഇംഗ്ലീഷ് മ്യൂസിക്, ജിമ്മിൽ പോകുമ്പോൾ കൂടുതലും വർക്കൗട്ടിൻ്റെ മ്യൂസിക്സ് ആയിരിക്കും, അപ്പോൾ കുറച്ചും കൂടെ ബാസ്. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ബാസ് ഇട്ടത്. പക്ഷെ നിങ്ങളിടുമ്പം ഒറിജിനൽ സൗണ്ട് അതിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് നല്ല ബാസ് ലവർ ആണെങ്കിൽ ക്ലിയർ ബാസ് ഉണ്ട്, പിന്നെ ഡീപ് ബാസ് കുറച്ചും കൂടെ ബാസിനെ ഭയങ്കര എൻഹാൻസ് ചെയ്ത് നല്ല കിട്ടലായിരിക്കും. ഇത് മ്യൂസിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. അത് മെലഡി ആണെങ്കിലും കൊള്ളാം, അല്ല ബാസ് ഉള്ള പാട്ടാണെങ്കിലും കൊള്ളാം, പെർഫെക്റ്റ്. പിന്നെ നമുക്കിവിടെ കസ്റ്റം ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇപ്പം എല്ലാവർക്കും ഇത് തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ എന്ത് ചെയ്യണം, ആഡ് ഈക്വലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്ന ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറയൂ. ഇനിയിപ്പോൾ എന്താ പറയുന്നത്, വോളിയം എൻഹാൻസിങ്. സത്യം പറയാം മക്കളെ, ഇപ്പം കിട്ടുന്ന ഈ സൗണ്ട് ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആണ്. ഈ വോളിയം എൻഹാൻസിങ് ഒന്നും കിട്ടേണ്ട കാര്യമില്ല. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ചെവി അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വരുന്നത് LHDC.
LSDC സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. കാര്യം എൻ്റെ മുന്നത്തെ ഇയർഫോണിൽ ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുള്ള എടുത്തപ്പോൾ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചത്. അൺഫോർച്യുനേറ്റ്ലി സാംസങ്ങിൽ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ S24 ആണ്, ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ടാബ് ഇത് ഒബ്വിയസ്ലി ഇത് വർക്കാകത്തില്ല, റെഡ്മിയുടെ ടാബാണ്. പിന്നെ വരുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഓപ്ഷൻ കാണിച്ചു തരാൻ പറ്റില്ല. നോക്കട്ടെ, പിന്നെ ഒരിക്കലും എപ്പോഴും കാണിച്ചു തരാം. ഇതുള്ള ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടുന്നെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡൈനാമിക് ഓഡിയോ. ഇവിടെ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡൈനാമിക് ഓഡിയോ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെക്കിയല്ല, പിന്നെ എനിക്കറിയാവുന്ന ഒരു അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ്. പിന്നെ ഇതാണ് AI ട്രാൻസ്ലേറ്റ്. ഇപ്പോൾ AI ട്രാൻസ്ലേറ്റ് എന്ന് പറയുമ്പം ഇപ്പം എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ഇത് ഓണാക്കിയിട്ട് ഇപ്പോൾ ലൈവായിട്ട് സംസാരിക്കുമോ അല്ലെങ്കിൽ കോളിൽ സംസാരിക്കുമോ നമുക്ക് ഇത് ചെവിയിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. പക്ഷേ ഈ ലൈവ് ട്രാൻസ്ലേറ്റിനകത്ത് മലയാളം വന്നിട്ടില്ല കേട്ടോ. ബാക്കി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, ഉണ്ടോ? ഇതിനകത്ത് മലയാളം ഇല്ല. ഇതുവരെ ഞാൻ മലയാളം കണ്ടിട്ടില്ല. എൻ്റെ ഫോൺ യൂസ് ചെയ്യപ്പോഴും അത് തന്നെയാണ്, മലയാളം ഓപ്ഷൻ ഇല്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഡിവൈസിലല്ല 3 ഡിവൈസിൽ കണക്ട് ചെയ്യാം അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ടാബിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് എൻ്റെ ഫോണിൽ കോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് വന്നത്. അങ്ങനെ അപ്പം നമുക്ക് ടാബിൽ കണക്ട് ചെയ്യാം, ഫോണിൽ കണക്ട് ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിലും കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 3 ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് അടിപൊളി ഓപ്ഷനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടലാണ്. അപ്പോൾ AI ട്രാൻസ്ലേറ്റ് നമ്മൾ കഴിഞ്ഞു. പിന്നെ ഗെയിമിംഗ് മോഡ് സൂപ്പറാണ്. ഗെയിമിംഗ് മോഡ് ഞാൻ ഓണാക്കി കളിച്ച് നോക്കി, കൊള്ളാം. ഗെയിമിങ്ങിന് അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ ഈ നോയിസ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ടാണ് കളിക്കുന്നതെങ്കിൽ ഇവർ ഇതിനകത്ത് പറയുന്ന എത്ര പൈസ പറയുന്നത്, 14 മണിക്കൂറോ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 56 അവേഴ്സാണ് പറയുന്നത്. ആ 56 അവേഴ്സ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഏകദേശം ഒരു 11-12 അവേഴ്സ് മേ ബി അത്രയും കിട്ടും. പിന്നെ എന്നാ പറയുന്നത്, അടുത്ത വരുന്ന ബട്ടൺ സെറ്റിങ്സ് ഡബിൾ ടാപ്പ് ഉണ്ട്, ട്രിപ്പിൾ ടാപ്പ് ഉണ്ട്, ടച്ച് ഹോൾഡ് ഉണ്ട്. ഇത് നമുക്ക് ഡബിൾ ടാപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം നമുക്ക് വേണ്ട രീതിയിൽ. അതിലെന്താ വേണ്ടതെന്നുള്ളത് ട്രിപ്പിൾ ടാപ്പാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഏത് കൺട്രോളാണ് വേണ്ടത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ടാബിൽ മാറ്റുന്നത് സെയിം തന്നെ നിങ്ങളുടെ മൊബൈലിൽ മാറും. കാര്യം നമ്മൾ രണ്ടിനും ഒരു യൂസർ നെയിം ഐഡിയിലാണ് ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് വട്ടവർ നിങ്ങൾ ടാബിൽ മാറ്റി, ഇപ്പം ടാബിൽ നോയിസ് ക്യാൻസലേഷൻ ഇട്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും ആ സെറ്റിങ്സ് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെന്താ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് ട്രിപ്പിൾ ഡിവൈസ് കണക്ഷൻ. കണ്ടോ, ഞാൻ റിയൽമി പാടും പിന്നെ എൻ്റെ ഫോൺ S24 മാത്രമേ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളൂ. സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ വരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോപോസ്. ഈ ഓട്ടോപോസ് ഓണാക്കി ഇടുന്നത് നല്ലതാണ്, പക്ഷെ ഞാൻ ഓഫാക്കി ഇട്ടേക്കുന്നത്. കാര്യം എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുകയാണ്. സപ്പോസ് എന്തെങ്കിലും കാരണം കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പടമാണെങ്കിൽ മ്യൂസിക്കാണെങ്കിൽ പോസായി പോകും. അതുകൊണ്ട് ഞാനിത് ഓണാക്കാറില്ല, ചില സമയത്ത് ഓണാക്കിയിടും. ഞാൻ എൻ്റെ ജെന്യുവൽ അഭിപ്രായം പറയുന്നത് കേട്ടോ. എനിക്ക് ആദ്യം അങ്ങനെ യൂസ് ചെയ്തപ്പം ഒന്ന് ലൂസായപ്പോൾ ഇത് തന്നെ പോസായിരുന്നു. അതുകൊണ്ട് ഞാനത് ഓഫാക്കിയിട്ടേക്ക് വരും. ഇനി ഓട്ടോ ആൻസർ, പൊന്നു മക്കളെ ഓണാക്കരുത്. ഓണാക്കി കഴിഞ്ഞാൽ നല്ല 8ന്റെ പണി കിട്ടും. അറിയാമല്ലോ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിലോ കാര്യങ്ങളോ ഇരിക്കുവാണെങ്കിൽ ഇത് ഓട്ടോ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആകെ ചിലവാകും. അതുകൊണ്ട് അത് ഓണാക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വരുന്നത് ഇയർ ഫിറ്റ് ടെസ്റ്റ്. അത് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. നമ്മളിപ്പം ഇയർ ഫിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ ചെവി വെച്ച ശേഷം
നമുക്ക് ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫിറ്റ് ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് പറയും. നോക്കാം. ഒരു കടലിൻ്റെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, ഗുഡ്, പെർഫെക്റ്റ് ഫിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇപ്പോൾ എന്താ പറയുന്നത്, ഇതിപ്പോൾ പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കിക്കണേ, ചെറുതായിട്ടൊന്ന് ഊരി ഞാൻ വെച്ചേക്കുക. ഇങ്ങനെയാണ് ടെസ്റ്റ് നോക്കാം. ചിലപ്പോൾ ഇത് ആക്റ്റീവ് ആകത്തില്ല. നോക്കട്ടെ. എന്നിട്ട് പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നുണ്ട്, ഈ ആപ്പിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. പെർഫെക്റ്റ് ഫിറ്റ് അല്ല, അത് ആ ലൂസായിരിക്കുന്നുണ്ടാണ്. അപ്പം ആപ്പിന് പ്രോബ്ലം ഇല്ല മക്കളെ, കറക്റ്റാണ്. ഓക്കെ, ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ പ്രോഡക്റ്റ് നോക്കി വെച്ചോ. ഈ പ്രൈസ് റേഞ്ചിൽ കിടിലം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലം പ്രോഡക്റ്റ്, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ 3 കളർ വരുന്നത്. ഒന്ന് ഈ യെല്ലോ, പിന്നെ വരുന്ന ഒരു ബ്ലാക്കും ബ്ലൂവും, പിന്നെ ഒരു സിൽവർ. ഈ സിൽവറിന് എനിക്ക് തോന്നുന്നു ലെതർ അല്ല വരുന്നത്, ലെതർ ഫിനിഷ് അല്ല വരുന്നത്. പക്ഷെ ബ്ലാക്കിനും യെല്ലോയ്ക്കും ലെതർ ഫിനിഷാണ് വരുന്നത്. പാട്ടൊക്കെ കേട്ട് നോക്കി, അടിപൊളി. ഞാൻ 2 ആഴ്ചയായിട്ട്, പക്ക 2 ആഴ്ചയായിട്ട് യൂസ് ചെയ്യണം. കിട്ടില്ല. ഈ 2 ആഴ്ചക്കിടയിൽ ഞാൻ എങ്ങാണ്ട് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഇത് ചാർജ് ചെയ്തുള്ളൂ. ബട്ട് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല മക്കളെ, കിട്ടില്ല. ആരെങ്കിലും ഇപ്പോൾ ഒരെണ്ണം പുതിയത് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതെടുത്തു, പൊളിയാ. കാര്യം എൻ്റെ മുന്നത്തെ എന്താ പറയുന്നത്, ഇയർബഡ് പോയതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. മുന്നത്തെ ഇയർബഡിനെ കുറിച്ച് ഞാൻ വേറെ ഇടാം. ഇത് ഭയങ്കര 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 ഫീച്ചേഴ്സ് ഉള്ളതാണ്. അതൊക്കെ ഞാൻ പറയാം, ആ വീഡിയോ പറയാം. അപ്പം ഇനിയിപ്പോൾ ഞാനിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ലല്ലോ, പ്രൈസ് അവസാനം പറയാമെന്നല്ലോ പറഞ്ഞു. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2799. ആ പ്രൈസ് റേഞ്ചിലുണ്ടല്ലോ മോനെ, ഇത് കിട്ടിലോ എന്ന് പറഞ്ഞാൽ കിട്ടില്ല, സൂപ്പറാണ്. അപ്പോൾ ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ഇട്ടോ, നമുക്ക് അടുത്ത വീഡിയോ തിരുത്താം. ഇതെൻ്റെ ഫസ്റ്റാണ് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതെടുത്തപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് തോന്നി. പിന്നെ ഞാനിത് ആദ്യമേ അൺബോക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു 2 വീക്സ് ഗ്യാപ്പ് എടുത്തിട്ട് ഞാനത് കേട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പറയുന്നത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഈ ഫിനിഷിങ്ങും ഈ സൈസുമാണ്. പോക്കറ്റിലിട്ടാൽ കണ്ടോ, പെർഫെക്റ്റ് ആണ് ഈ സാധനം. പിന്നെ ഈ വള്ളി ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് പോവാം. അപ്പം മറക്കണ്ട, ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ മേടിച്ചു, ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ട് മേടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം എ വ്ളോഗ്സ്.